തൊഴിൽ വാർത്ത ഹരിശ്രീയുടെ PSC ഈസി വിൻ എന്ന ഭാഗത്ത് 10ാം തല പ്രാഥമിക പരീക്ഷയ്ക്കായി സ്വതന്ത്രാനന്തര ഇന്ത്യയെക്കുറിച്ച് നൽകിയ ചോദ്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ലാസ്റ്റ് പാർട്ടാണിത്. വിദേശനയം. ഇന്ത്യൻ വിദേശനയത്തിന്റെ മുഖ്യശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ വിദേശനയത്തിന്റെ മുഖ്യശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ വിദേശനയത്തിന്റെ പ്രധാന തത്വങ്ങൾ ഏതെല്ലാം? സാമ്രാജ്യത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരിചേരായ്മ. ഇന്ത്യൻ വിദേശനയത്തിന്റെ പ്രധാന തത്വങ്ങൾ എന്തെല്ലാമാണ്? സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരിചേരായ്മ. 1954 പഞ്ചശീല തത്വങ്ങൾക്ക് രൂപം നൽകിയ നേതാക്കൾ ആരെല്ലാം? 1954 പഞ്ചശീല തത്വങ്ങൾക്ക് രൂപം നൽകിയ നേതാക്കൾ ജവഹർലാൽ നെഹ്റുവും ചൗവൻലായുമാണ്. പഞ്ചശീല കരാർ ഒപ്പിട്ട വർഷം ഏത്? പഞ്ചശീല കരാർ ഒപ്പിട്ട വർഷം 1954 ഏപ്രിൽ 29. ഇന്ത്യക്ക് വേണ്ടി പഞ്ചശീല കരാറിൽ ഒപ്പിട്ടതാര്? പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ചൈനയെ പ്രതിനിധീകരിച്ച് പഞ്ചശീല കരാറിൽ ഒപ്പിട്ട പ്രീമിയർ ആര്? ചൗവൻലായി. അപ്പൊ പഞ്ചശീല കരാറിൽ ഇന്ത്യക്ക് വേണ്ടി ഒപ്പുവെച്ചത് ജവഹർലാൽ നെഹ്റു, ചൈനയെ പ്രതിനിധീകരിച്ച് ഒപ്പുവെച്ചത് ചൗവൻലായുമാണ്. അന്തർദേശീയ പെരുമാറ്റത്തിന്റെ സിദ്ധാന്തമായി പരിണമിച്ച ഇന്ത്യൻ വിദേശ നയം ഏത്? അന്തർദേശീയ പെരുമാറ്റത്തിന്റെ സിദ്ധാന്തമായി പരിണമിച്ച ഇന്ത്യൻ വിദേശ നയം പഞ്ചശീല തത്വങ്ങൾ. പഞ്ചശീല തത്വങ്ങൾ ഏതെല്ലാം? രാജ്യങ്ങളുടെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. പഞ്ചശീല തത്വങ്ങൾ എന്തെല്ലാണപ്പോൾ? രാജ്യങ്ങളുടെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാനമായി അറിയപ്പെടുന്നത് ഏത്? ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാനമായി അറിയപ്പെടുന്നത് ചേരിചേരായ്മയാണ്.